ദൈവം പല നിലകളിലാണ് നമ്മോട് സംസാരിക്കുന്നത്. വാക്യങ്ങളെല്ലാം എടുത്തിപ്പം പറയാൻ നേരമില്ല. ശക്തമായിട്ട് ദൈവം നമ്മോട് സംസാരിക്കും. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന ഒരു പദമുണ്ട് 1-ാം അധ്യായത്തിൽ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഏലിയാവ് ഗുഹയ്ക്കകത്തിരുന്നപ്പോൾ മൃദുവായ ഒരു ശബ്ദം, സാവധാനത്തിൽ. അപ്പം സാവധാനത്തിലും ദൈവം സംസാരിക്കും. യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഒരു വാക്യമുണ്ട്, ഞാൻ നിന്നെ പറ്റി ഒരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ മൃദുവായ ശബ്ദം, സാവധാനത്തിലുള്ള ശബ്ദം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം, മന്ദമായ ശബ്ദം. ഒരു കാര്യം, ഏത് നിലയിൽ ദൈവം ഇടപെട്ടാലും നാം ഏറ്റെടുത്ത് അനുസരിച്ചാൽ നമുക്ക് അനുഗ്രഹമാണ്. പഠിപ്പീര് കൊണ്ടാണോ നമ്മുടെ ഗതികേട് കൊണ്ടാണോ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം, ചിലര് എഴുന്നേറ്റ് കഴമ്പൊന്നും കാണുക ഭയങ്കര ബഹളം ഉണ്ടാക്കും. നമ്മൾ പറയും ഭയങ്കരമായിരുന്നെന്ന് പറയും. എന്നാൽ ചില കർത്തൃദാസന്മാർ എനിക്കറിയാം, അവര് ബഹളവും വെപ്രാളവും ഒന്നുമില്ലെങ്കിൽ എഴുന്നേറ്റ് എന്നാൽ അടുക്കടുക്കായിട്ട് ശാന്തമായിട്ട് തിരുവചനം പറയും. നമ്മുടെ ആൾക്കാർ അംഗീകരിക്കുകയല്ല. അംഗീകരിക്കാഴിയ മാത്രമല്ല, പോകുമ്പോൾ ഒരു അഭിപ്രായം പറയും, കൃപയൊന്നും ഉള്ള ആളല്ലെന്നാ തോന്നുന്നു. എന്നാൽ നിൽക്കുന്നവരെല്ലാം ഉരുട്ടിയിടുകയും തെള്ളിയിടുകയും ചെയ്യാതെ പറയും ഭയങ്കര കൃപയാണ്. അപ്പം ഞാനൊരു കാര്യം പറയാം, ശാന്തമായിട്ടാന്നേലും ശക്തമായിട്ടാന്നേലും സാവധാനത്തിലാന്നേലും മൃദുസ്വരമാന്നേലും മന്ദസ്വരമാന്നേലും ഏറ്റെടുത്താൽ നമുക്ക് അനുഗ്രഹമാണ്. ഇവിടെ യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. ശ്രദ്ധിക്കുക, ഓടിച്ചു പറയാം, എനിക്ക് ഇത്രയും സമയം തന്നതിന് നന്ദിയുണ്ട്. ദൈവത്തിന്റെ മഹത്വം. നിങ്ങളുടെ സമയവും കൂടെ ചേർത്തായി എനിക്ക് നിങ്ങളോട് നന്ദി. ഇംഗ്ലീഷ് ആരാധന ചുമതലക്കാർക്ക് നന്ദി. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക, കാദേശ് മരുഭൂമിയെ നടുക്കിയ ദൈവത്തിന്റെ ശബ്ദം. എന്തുകൊണ്ടാണ് ഇത് നടുങ്ങാൻ കാരണം? ഈ കാദേശ് എന്ന വാക്കിന്റെ ഒരർത്ഥം യഹോവയ്ക്ക് വിശുദ്ധമെന്ന, അല്ലെ വിശുദ്ധം, ദൈവത്തിന് വിശുദ്ധം. അതാണ് കാദേശ്, യഹോവയ്ക്ക് വിശുദ്ധം. അല്ലെങ്കിൽ ദൈവം വിശുദ്ധമെന്ന് എണ്ണിയ സ്ഥലം യഹോവയ്ക്ക്, ദൈവത്തിന് വിശുദ്ധം. എന്നാൽ ഈ കാദേശിന് പണ്ട് ഒരു പേരുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, പേര് ഏൽ മിഷ്പാത്ത് എന്ന. കാദേശിന്റെ പണ്ടത്തെ പേര് ഏൽ മിഷ്പാത്ത്. വായിച്ച ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി 14:6. ഏമിരെയും സെയീർ മലയിലെ ഹോരിരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ ഓർപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്തിൽ വന്ന നവായികെ. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്തിൽ വന്ന ആറ് മൊത്തം വായിക്കേണ്ടത്, എന്നാലും അത്രയിൽ ഒപ്പിച്ചല്ലോ. ഏമിരെയും സെയീർ മലയിലെ ഹോരിരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്ത്. അപ്പൊ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. ശ്രദ്ധിക്കുക, ഏൽ മിഷ്പാത്ത് എന്ന വാക്കിന് ഒരർത്ഥം ന്യായവതിയുടെ സ്ഥലമെന്ന. കാരണം തിരുവെടുത്ത് പഠിക്കുന്നവർക്ക് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. 1-ാം അധ്യായം സൃഷ്ടിവൃത്തം, 2-ാം അധ്യായം മനുഷ്യ സൃഷ്ടിയുടെ പ്രാരംഭ നടപടികൾ, 3-ാം അധ്യായം പാപം ചെയ്യുന്നു, 4-ാം അധ്യായം കയ്യൻ കാബേലിനെ കൊന്നു, 5-ാം അധ്യായം സെമിത്തേരുടെ അധ്യായം എന്ന, 6-ാം അധ്യായം മനുഷ്യന്റെ ദുഷ്ടത വലുതായി, 7-ാം അധ്യായം ആമേൻ പെട്ടകത്തിന് വെള്ളപ്പൊക്കത്തിന് നിർദ്ദേശം കൊടുത്ത് പെട്ടകം പണിയുന്നു, 8-ാം അധ്യായം ആമേൻ പെട്ടകത്തിൽ പ്രവേശിക്കുന്നു, 9 അതിന് ശേഷം താഴെ ഇറങ്ങുന്നു, 10-ാം അധ്യായത്തിൽ ആമേൻ ചരിത്രത്തെ കാണുന്നു, 11 ബാബേൽ ഗോപുരം പണിയുന്നു, 12-ാം അധ്യായം അബ്രഹാമിന്റെ വിളിയും അനന്തര സംഭവങ്ങൾ, 13-ാം അധ്യായം അബ്രഹാം മിസ്രൈമിൽ പോയി, 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായം. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അമ്രാബേൽ, അരിയോക്ക്, കെദർലായോമോർ, തീദാൽ ആദിയായ ബാബിലോണിന് ചായ്വുള്ള 4 പേര്, ബേരാബിർഷ, ശിനാബ്, സോവർ ആദിയായ സോതോമ്യ ചായ്വുള്ള 5 പേരുമായി യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ 4 പേരെ പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുഴിക്കകത്ത് പോയി. നല്ല കുഴിയല്ല, കീൽക്കുഴി. പലരും ചെതറി ഓടി. ഒരുത്തൻ എതിർച്ചയാ ഓടി വന്ന് എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞു, അബ്രഹാമേ, സോദോമിൽ യുദ്ധം നടന്നു, സോദോം രാജാക്കന്മാർ അവിടെ യുദ്ധം നടന്നു, സോദോമിനെ കൊള്ളയിട്ടു, അപകരിച്ചു. നിന്റെ സഹോദര പത്രം ലോത്ത്, അവന്റെ ഭാര്യ, പെൺകുട്ടികൾ, സർവ്വസമ്പത്തും തട്ടിക്കൊണ്ടുപോയി. അബ്രഹാമിന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നേ അന്നേരം പറഞ്ഞത്, എന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, അവൻ എന്നോട് ചെയ്തതിന് ഇതല്ല വരേണ്ടത്. അതിനപ്പുറം നമ്മൾ പറയും. അബ്രഹാം ആത്മീയനായതുകൊണ്ട് അതൊന്നും ഗവനിച്ചില്ല.
അബ്രഹാം പെട്ടെന്ന് ഈ മനോവേദനയോട് എഴുന്നേറ്റ് തന്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അപ്പിയാസി, ഞാൻ ഇങ്ങനെ പറഞ്ഞ വീണ്ടും ജനിച്ച 318 വീണ്ടും ജനിക്കണം. അപ്പോൾ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അപ്പിയാസികൾ അന്ന് മമ്രയുടെ തോപ്പില്ല. മമ്രെ, ആനേർ, യശ്കോൽ 3 പേര്. അങ്ങനെ 318 321 അബ്രഹാമിനെ കൂട്ടി 322 പേര് അന്ന് രാത്രി കണക്കൊപ്പിച്ച് യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ എബ്രായനായ അബ്രഹാമിന് ദൈവം ജയം കൊടുത്തു. ശിഷ്ടമുള്ള ജനത്തെ അബ്രഹാം നിഗ്രഹിച്ചു. അത് ആ മുൻപോട്ട് പോവുക. ഈ നിഗ്രഹിച്ച് കളഞ്ഞ സ്ഥലമാണ് ഏൽ മിഷ്പാത്ത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ന്യായവതിയുടെ സ്ഥലം എന്ന അർത്ഥം വന്നത്. അപ്പോൾ കാദേശ് എന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് വിശുദ്ധം, ദൈവം വിശുദ്ധീകരിച്ച ഇടം. കാദേശിന്റെ പണ്ടത്തെ പേര് ഏൽ മിഷ്പാത്ത്, ന്യായവതിയുടെ സ്ഥലം. എന്താ ഇപ്പൊ ഇത് പറയാൻ കാര്യം? നമ്മോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ ഒരു കാലത്ത് ഞാൻ നിങ്ങളും എല്ലാം ന്യായവതിക്ക് അർഹരായി പോയവരാ. അല്ല, ഒന്നുകൂടെ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ ശിക്ഷാവിധിക്ക് അർഹരായി പോയവരാ. പാപത്തിന്റെ ദാസന്മാരായി പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ചൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്താൽ ദൈവം നമ്മെ രക്ഷിച്ചു. ഒരു കണ്ണിന് പോലും ദയലോനാണ് എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് പാപത്തിന്റെ അടികുടിയിൽ ആമൻ കിടന്ന എന്നെയും നിന്റെയും കർമ്മമാർഗത്തിനോ പുണ്യപ്രവർത്തനോ ആരോപങ്ങൾക്കോ നേർച്ച കാഴ്ചകൾക്കോ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ രക്ഷിക്കാതിരുന്നപ്പോൾ കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു. ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി. അവിടുത്തെ തിരുരക്തത്താൽ അവിടുത്തെ ജീവൻ തന്നത് കൊണ്ട് നമുക്ക് രക്ഷയും വീണ്ടെടുപ്പും ഉണ്ടായി. അഴമരായി വന്നീനറിവോ ആയിരം നാമുണ്ട് നാലും ഞാനിതു ചൊൽവതിനാമോ ഏതും ഒരംശം ഉരച്ചിടുവാൻ പരിധിലാർ കേളുതോ ഏതും ഒരംശം ഉരച്ചിടുവാൻ പരിധിലാർ കേളുതോ സ്നേഹമിതാചര്യമേ ഓ അതിശയമേ ഓ അതിശയമേ ചോണിതലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ചോണിതലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. എനിക്ക് സന്തോഷത്തിന് വേറൊരു കാര്യം, പഴയ പാട്ട് പാടുമ്പം സെക്രട്ടറിയും പാടുന്നുണ്ട്, അച്ചായന് പാട്ടുകളെല്ലാം പാടുന്നുണ്ട്. വളരെ നന്നായിരിക്കുന്നു. ഉന്തിന്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ എനിക്കതൊരു ആശ്വാസമാണ്. ദൈവത്തിന് മകത്ത് ദൈവം രണ്ടുപേരെയും ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്നപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ രക്ഷിച്ചു. നമ്മളെ വീണ്ടെടുത്തന്നെ ദൈവത്തിന് മകത്വം. അപ്പോൾ ശിക്ഷാവിധിക്ക് അർഹരായി പോയ എന്നെയും നിങ്ങളെയും ദൈവം രക്ഷിച്ചു. നാം നേരത്തെ എങ്ങനായിരുന്നു? പാപത്തിന്റെ ദാസന്മാരായി പാതാളത്തിന്റെ ആടുകളായി. മുൻകാല ജീവിതം പൗലോസ് ചില വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വായിച്ച്. ഗലാത്യ ലേഖനം 4:8 മുതൽ താഴോട്ട്, എഫേസ്യ ലേഖനം 2:2, എഫേസ്യർ 3:8, തീത്തോസ് 3:3, പത്രോസിന്റെ 1 ലേഖനം 4:2 എല്ലാം വായിക്കണ്ട. ഗലാത്യ ലേഖനം 4:8 മുതൽ വായിരേ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ. നേരത്തെ സ്വഭാവമാ. എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, കൃപയിൽ വരുന്നതിന് മുമ്പ്, യേശുവിനെ അറിയുന്നതിന് മുമ്പ്, അതാ അന്ന് നിങ്ങൾ. നമ്മുടെ കാര്യമാ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് കോഴഞ്ചേരിക്കാരുടെ കാര്യം പറയുന്നത് പോലെ നമ്മുടെ കാര്യമായി പറയാന്നേ, എന്റെയും നിന്റെയും കാര്യമായി പറയാന്നേ. ഈ കൃപയിൽ വരുന്നതിന് മുമ്പ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, യേശുവിനെ അറിയുന്നതിന് മുമ്പ്, ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ്, അല്ല അന്ന്. എന്നാൽ അന്ന് നിങ്ങൾ, നമ്മുടെ കാര്യം വായിച്ചേ. നിങ്ങൾ ദൈവത്തെ അറിയാതെ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിജയിച്ചാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുപിരിക്കുക. നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് തന്നെ അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? എന്നിട്ട് പറയുക, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെടുന്നു. പൗലോസ് പറയാം, ഞാൻ പേടിക്കുന്നുണ്ട്. അതിനാ നിങ്ങളിൽ എന്നെ തോക്കുണ്ടായിട്ടാണോ? കാണുമായിരിക്കും. എന്നോട് ഒരാൾ പറഞ്ഞു, അച്ഛാ സൂക്ഷിച്ച് പ്രസംഗിക്കണം മിക്കവരുടെയിലും. എടാ അങ്ങനെ വെടി കൊണ്ട് യാകുന്ന ദൈവഹിതമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, വെക്കടാ വെടി.
അല്ല, ദൈവഗീതം അങ്ങനെയാണ്. പിന്നെ അല്ലാതോ കൊതുക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പമ്പള ചോദിച്ചു അത്താഴം വേണമെന്ന്. പുള്ളി പറഞ്ഞു വേണ്ട. അതിനാ ഒന്നേ കുടിച്ചിയാകും അല്ലേ അടിച്ചിയാകും. എന്തായാലും ചാകും എന്നുള്ളത്. ഒന്നേ അടി കിട്ടി ചാകും അല്ലേ കുടിച്ച്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും എല്ലാം നിങ്ങളിപ്പം പ്രമാണിക്കുന്നെന്ന്. അതൊക്കെ തെറ്റാണ്. അതിന് ആശയം അതാ. ഇവിടുത്തെ എനിക്ക് എല്ലാ കാര്യവും അറിയത്തില്ല, എന്നോട് പറയുകയും വേണ്ട. ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ട്, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കും. ഇപ്പം സൂക്കേട് കൂടി 70 ഷഷ്ടി 70 60. അമ്മച്ചിക്ക് 60, അപ്പച്ചന് 70. രണ്ടിനെ ഇരുത്തി ഓരോ കേക്ക്. ഇന്നാളൊരു തള്ള ഞാനവിടെ ചെന്ന് കേക്ക് കൊടുത്തപ്പോ ഇത് ഈ വിറയ്ക്കുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, എന്നെ പറഞ്ഞ അതിന് ഞാൻ പറഞ്ഞ എന്തേലും സൈസ് ആകട്ടെ. കേക്ക് കൊണ്ട് കൊടുത്തപ്പോ മൂക്കിനകത്ത് കയറി വായിലോട്ട് വെച്ച് കൊടുത്തടാ. ഞാൻ പറഞ്ഞ മോനായി പാസ്റ്റർക്ക് അറിയാം സ്ഥലം, അതുകൊണ്ട് പറയുന്നില്ല. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. അത് തെറ്റാന്നാ എഴുതിയിരിക്കുന്നത്. ഒരു കാര്യം പറയാ, നമുക്ക് എല്ലാ ദിവസവും നല്ലതാ. ഇന്ന് പകല് നമുക്ക് നല്ലതാ. ഇവിടെ ഫാദേഴ്സ് ഡേ, എന്തോ മദേഴ്സ് ഡേ, ഞാൻ എതിർക്കുന്നില്ല. നമുക്ക് എല്ലാ ഡേയും നല്ലതാ. എല്ലാ ദിവസവും ആണ്ടിലൊരു പൂ കൊണ്ട് അപ്പന് കൊടുക്കുന്നതാണോ? എന്നെ നോക്കേ, പേടിക്കുമൊന്നും വേണ്ട. എടാ, പുസ്തകത്തിലെ വാക്യം എന്നാന്ന് ചോദിച്ചാൽ ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നമുക്ക് എല്ലാ ദിവസവും നല്ലതാ. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരു പ്രഭാതം കൂടെ കാണുമ്പോൾ ദൈവം കൃപ നൽകി. അല്ലെ, നമ്മളെക്കാൾ മിടുക്കന്മാർ, ശ്രേഷ്ഠന്മാർ, ഉന്നതന്മാർ മാറ്റപ്പെട്ടപ്പോൾ ഒരു പ്രഭാതം കൂടെ കാണുമ്പോൾ ദൈവം നമുക്ക് കൃപ നൽകി. സാറ് പാടിയ ഒരു പാട്ടുണ്ട്, ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം, ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരനൊരു ദുരിതവും വരികില്ല. ദർശിച്ച നരനൊരു ദുരിതവും വരികില്ല. വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത്, വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത്, വെളിച്ചമാമേ സ്തുതിക്കണമവൻ ജനം. ഞാൻ കുറ്റം പറയല്ല, ആരെയും തേജോവധം ചെയ്യല്ല. നമുക്ക് എല്ലാ ദിവസവും നല്ലതാ. ഓരോ ദിവസവും നീ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. അത് തെറ്റാന്നുള്ള ആശയത്തിലാ പറഞ്ഞേക്കുന്നത്. പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോകുന്നത് എനിക്കിപ്പോ ഭയമാണ്. പൗലോസ് പേടിച്ചെന്നാ എഴുതിയേക്കുന്നത്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, സത്യദൈവത്തെ അറിയാതെ ജീവിച്ചൊരു കാലമുണ്ട് നേരത്തെ. ആ പാട്ടുകാരൻ്റെ ഒരു വരി പറഞ്ഞു, അന്നേ മരിച്ചു പോയെങ്കിൽ ആ കാലം. എന്നാൽ അന്ന് നമ്മളാ ദൈവത്തെ അറിയാതെ, സത്യദൈവം ഏതാണെന്ന് അന്ന് നമ്മൾ ദൈവത്തെ വിളിക്കുന്നവരാ. പക്ഷെ സത്യം ഏതാന്ന് അറിയത്തില്ല. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം നാട്ടിലുണ്ട്. ഇഷ്ടം പോലെ ദൈവം കളിക്കുക, നല്ല കാശുവാ. നാളെ കേട്ടു ദൈവം ഇപ്പം ഐസിയുലാന്ന് പറഞ്ഞു. ദൈവം ഇപ്പൊ വേറെ ആൾ ചോദിച്ചു, ഇപ്പൊ അങ്ങോട്ട് ദൈവത്തിന് വായു വലിക്കുകയെന്ന് പറഞ്ഞു. ദൈവത്തിന് ശ്വാസം കിട്ടാതെ എടാ പോട്ടാ, അവിടെ നിന്നല്ലേ ജീവന്റെ ഉറവിടം. ദൈവത്തിന് മഹത്വം. ദൈവം ഒരുവനേ ഉള്ളൂ. പിശാചുക്കൾ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഏകദൈവമായ, നിത്യദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ നമ്മെ രക്ഷിച്ച നമ്മുടെ കർത്താവാ. തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് കൊടുത്തിരിക്കുന്ന വാക്യം നിങ്ങൾക്കെല്ലാം മനപാഠമാ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് നാം കാത്തിരിക്കുക. അവൻ മഹാദൈവമായ, ഏകദൈവമായ, നിത്യദൈവമായ യേശു ക്രിസ്തു മാത്രം. അപ്പൊ ഒരു കാലത്ത് നമുക്കിത് അറിയത്തില്ല. അതുകൊണ്ട്
വിശേഷതയുള്ളതെല്ലാം ദൈവമാണെന്നാ നമ്മള് എവിടെല്ലാം പോയി ഉരുണ്ടുരുണ്ട് ഊപ്പാട് വന്ന് നീന്തി നീന്തി മുട്ടാലെ തോരി പോയി. ഇവിടുത്തെ കാര്യമല്ല. സ്തോത്രം. ചെരുപ്പിട്ടോണ്ട് നടന്ന് ചെരുപ്പിടാതെ അങ്ങോട്ട് ചെരുപ്പിടാതെ നടന്ന് ഇങ്ങോട്ട് ചെരുപ്പിട്ടോണ്ട് എങ്ങോട്ടാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. ദൈവത്തെ പ്രസാദിപ്പിക്കാനാ. എന്തെല്ലാം കൊടുത്തു. യെരമ്യാ പറഞ്ഞു ഒരു ഗുണവും വന്നില്ലെന്നാ. ഒരു ഗുണവും വന്നില്ല. മിക എഴുതിയിരിക്കുന്ന സകല മുഖവും വിളറിയിരിക്കുന്നെന്ന് ഇതെല്ലാം കൊടുത്തിട്ടു. എനിക്ക് ചിലരെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. സകല മുഖവും. എന്നാൽ ഏകദൈവമായ നിത്യദൈവമായ യേശുവിനെ അറിയുവാനും ആരാധിക്കുവാനും ഈ കൃപയിൽ വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ആട്ടെ, ഞാൻ സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് അധികം വിസ്തരിക്കുന്നില്ല. അപ്പൊ ഒരു കാലത്ത് ശിക്ഷാവിധിക്ക് ന്യായവിധിക്ക് വർഗരായി പോയ എന്നെയും നിങ്ങളെയും ദൈവം രക്ഷിച്ചു. അതാണ് ഏൽ മിഷ്പാത്ത്. ആ ഏൽ മിഷ്പാത്താണ് പിന്നത്തേതിൽ കാദേശ് ആയത്. കാദേശ് എന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് വിശുദ്ധൻ. നമ്മുടെ വാക്യം ഇതാണല്ലോ, കാദേശിന് നടക്കി. എന്തുകൊണ്ടാണ് കാദേശ് നടങ്ങിയത്? ഓടിച്ച് മുമ്പോട്ട് പോകാം. ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കാദേശ്. വായിക്കാം. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 തിരുവെടുത്തുകൾ വായിച്ചാട്ടെ. ആവർത്തനം 2:13-14. ഇപ്പോൾ എഴുന്നേറ്റ് സേരെത്തോട് കടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരെത്തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് പറയുന്ന പുറപ്പെട്ടത് മുതൽ സേരെത്തോട് കടക്കം വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. എനിക്കത് പറയാൻ പേടിയായതുകൊണ്ടാ പറയാൻ. എങ്ങനെ മൈക്കോടെ പറ. മുടിഞ്ഞുപോയി. ഒന്നുകൂടെ ഉണ്ടല്ലോ മുടിഞ്ഞെന്ന് വായിര്. അവർ മുടിഞ്ഞു തീരും 2 പ്രാവശ്യം മുടിഞ്ഞെന്ന് എഴുതിയേക്കുന്നത്. അവർ മുടിഞ്ഞു തീരും വരെ അല്ല, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നോണ്ട് വായിക്കാതെ പറയാതെ ഒക്കത്തുമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ പദം കേട്ടോ, മുടിഞ്ഞു പോയെന്നാ. ആര് മുടിഞ്ഞെന്നാ? ഇറങ്ങിത്തിരിച്ചവർ. എന്നെ കേൾക്കുന്ന പ്രിയരെ, പാരമ്പര്യവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റ് ദുരാചാരങ്ങളും വിട്ട് സത്യദൈവത്തെ ഭജിക്കുവാനും ആരാധിക്കാനും ഇറങ്ങിത്തിരുന്ന ആരും മുടിയരുത്. ആമേൻ. ഹല്ലേലൂയ. ഒരു കുഞ്ഞുങ്ങളും മുടിഞ്ഞു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങിത്തിരിച്ചപ്പോ വളരെ തീക്ഷണതയോടെ ഇറങ്ങിയ നമ്മള് ഈ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും അതെ 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 ഒരു തർക്കവും ഇല്ല. 90% പാട്ടൊക്കെ പാടി. ഞങ്ങളുടെ കുന്നുപറമ്പിലെ നമ്മുടെ കുഞ്ഞോനച്ചാൻ പറയും പോലെ പറവോന്റെ നിന്നേ കിടന്നാ പാടുന്ന പറവോന് ഞാനിനി പുള്ളി ജനലിൽ നോക്കി ഈ വിട്ടി നമ്മുടെ നിന്നേ തന്നെ കിടന്ന് പുള്ളിയുടെ ശൈലിയാ. നമ്മുടെ കുന്നുപറമ്പിലെ പറവോനും പെമ്പിളയും കൂടെ പുള്ളിയുടെ ഭാഷയാണേ. ജനല് തുറന്ന് നമ്മുടെ നിന്നേ കിടന്നാന്നല്ലോ ഇവൻ എന്തുവാ പാടുന്നത്? പറവോന് ഞാനിനി ഇടന്നാ 1 കിലോമീറ്റർ മാറിയെങ്കിലും നിന്ന് പാട്. അവന്റെ ഇളം തന്നെ കിടന്ന അല്ല, ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. തെളിവിനൊരു വചനത്തിൽ കൂടാകുമ്പോ എന്റെ കൊങ്ങായിക്ക് പിടിക്കുകയല്ലോ. ഭാഗ്യമായി അപ്പോസ്തല പ്രവൃത്തി 7:38 എടുത്തേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7:38 വായിരേ. കാലിമാ വായിക്കേ. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോട് നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. അടുത്ത വാക്യം. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. അപ്പൊ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് മിശ്രയിമിലെ വിഷയം പൊങ്ങി വരുന്നേ. ചെങ്കടല തീരത്ത് വന്നവൻ പറഞ്ഞു പുറകെ പറവം വരുന്നു, മുമ്പിൽ ചെങ്കടല്, ഇരുവശവും പർവ്വതം. അണ്ണയന്മാരെല്ലാം കൂടെ പറഞ്ഞു അവിടെ ചവക്കോട്ട ഇല്ലാട്ടാന്നോ പറഞ്ഞതിന്റെ അർത്ഥം ഇതാ, ചാവുക എന്നുള്ളത് ഉറപ്പായി. അല്ലേ അതിന്റെ അർത്ഥം? ചാവുക എന്നുള്ളത് ഉറപ്പായി. പക്ഷെ നല്ലൊരു അടക്കം കിട്ടത്തില്ല. അവിടുത്തെ അടക്കമായിരുന്നു കേമമായിരുന്നു. ഇപ്പോഴത്തെ അടക്കമൊക്കെ നാട്ടിലെ, ഇവിടുത്തെ അറിയത്തില്ല നാട്ടിലെ. അയ്യോ, ഒരടക്കത്തിന് എണ്ണി 213 പേര് അനുശോചനം പറഞ്ഞു. പിന്നെ നിൽക്കുക. ഇപ്പൊ പിന്നെ നാട്ടിലൊക്കെ ഉണ്ട്. എല്ലായിടത്തെ കുറ്റമല്ല. ഇപ്പോ അപ്പച്ചന്റെ കൊച്ചുമക്കളും മക്കളും എല്ലാം കൂടെ വന്നൊരു പാട്ട്, ഈ അപ്പച്ചനും അമ്മച്ചും ജീവിച്ചിരിക്കുമ്പോ കൊച്ചുമക്കൾ എന്നൊരു പാട്ട് പാടുകാരുന്നേ. താത്ത 2 കൊല്ലം കൂടെ എന്നെ നോക്ക്, ഞാൻ കാര്യമായി പറയാന്ന്. അവര് ജീവിച്ചിരുന്നപ്പം ഒത്തിരി ആഗ്രഹിതായി കൊച്ചുമക്കളെല്ലാം കൂടെ അടുത്ത് വന്നിരുന്ന് ഒരു പാട്ട് പാടിയാല കവളത്തൊരു ഉമ്മ കൊടുത്താൽ കൊള്ളാന്ന് ഈ അതേ നല്ലേ. ഞാൻ പറയുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം. ഞാൻ സത്യമേ പറയൂ.
അല്ല, പാടിയതിന് ഞാൻ എതിരല്ല, അല്ല എതിരൊന്നുമല്ല. ഭയങ്കര ആഘോഷമായ അടക്കമാ, മിസ്രയീമിൽ അടക്കമാ. അതിലെ യാക്കോബിനെ തൈലലേപനമെല്ലാം നടത്തി കൊണ്ട് ക്രമപ്പെടുത്തി ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മിസ്രയീമിലെ കോവിലധികാരികൾ വരെ ഇറങ്ങി. കേമപ്പെട്ട അടക്കം. അത് ഹേരൻ കപ്പൂക്കി വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഇത് കണ്ടിട്ട് മിസ്രയീമിരുടെ വിലാപയാത്ര പോലെ അത്ര കേമമാണ്. എടാ, നിന്നെ IPCയുടെ പ്രസിഡന്റ് വന്ന് നടക്കുന്നു എന്നുള്ളതല്ല വിഷയം, ജനറൽ സെക്രട്ടറി വന്ന് നടക്കുന്നു അല്ല വിഷയം. നിന്റെ ഒടുക്കം എങ്ങനായിരുന്നെന്നാ. നീ ആകാൻ നേരത്ത് ദൈവകൃപയിലാണോ ചത്തത്? നീ സ്വോത്രം പറഞ്ഞാണോ അത് പിച്ചുംപേയും പറഞ്ഞാണോ ചത്തത്? അനാവശ്യമെല്ലാം വിളിച്ച് പറഞ്ഞു തീർന്ന്. അങ്ങനെ ആകുന്നതല്ല നല്ലത്. എന്റെ സ്വോത്രം പറഞ്ഞു പോകുന്ന നല്ലത്. അടക്കാനായിട്ട് മിടുക്കന്മാരും പ്രഗത്ഭന്മാരും വന്നില്ലെങ്കിൽ ചിലപ്പോൾ ലോക്കൽ സഭയുടെ ശുശ്രൂഷകനായിരിക്കും മതി. നീ അങ്ങയല്ലെന്നതാ വിഷയം. വീഡിയോക്കാർ വന്നതും ഫോട്ടോ എടുത്തതും ഒന്നും അല്ല വിഷയം. സ്തോത്രം. നമ്മളിപ്പോ അടക്കാൻ പോകുന്ന അപ്പച്ചന്റെ ഷൂ എന്തുവായിരുന്നു? ഡെഡ് ബോഡി കാണാൻ പോകുന്ന ആളെന്നോ? പെട്ടിയുടെ വില, ഷൂവിന്റെ വില, ടൈ പുക്കിളിന് താഴെയുണ്ട് കേട്ടോ. ഇതാണോ ഇത് ഇവിടുത്തെ വിഷയം? നിന്റെ ഒടുക്കം എങ്ങനായിരുന്നെന്നുള്ളതാ. നിന്റെ മരണസമയത്ത് നീ ദൈവമായിട്ട് ബന്ധപ്പെട്ട് നിന്നോ? നീ അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണോ നിന്നത്? എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരും മുടിഞ്ഞു പോകരുത്. ഭക്തന്മാരുടെയൊക്കെ മരണം കേട്ടിട്ടുണ്ട്. ചർച്ചകോടിലൊരു കർത്താവിന്റെ ദാസനായിരുന്നു, നിങ്ങൾക്കറിയാം, PC ചാക്കോ. ഇപ്പോഴത്തെ UK ജോക്കുര്യന്റെ പിതാവ് PC ചാക്കോ. അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത് അടുത്ത് നിന്ന കർത്തദാസൻ വാഗ്ദാനം ജോർജ് കുട്ടിച്ചാൻ എന്നോട് പറഞ്ഞത്, മരിക്കുന്ന സമയത്ത് PC ചാക്കോ ഭക്തനായ മനുഷ്യന് അദ്ദേഹം പറഞ്ഞു, ജോറൂട്ടി, സ്വർഗം തുറക്കുന്ന ഞാൻ പോകാൻ പോവാന്ന്, ദൂതന്മാര് വരുന്നെന്ന് എന്നെ കൊണ്ടുപോകാൻ. ദൂതന്മാര് വരുന്നെന്ന്. പുള്ളി കുറച്ച് കഴിഞ്ഞപ്പം മുഖമൊക്കെ അങ്ങ് ശോഭിച്ചേച്ച് പറഞ്ഞുള്ള അറിവാണേ, ജോർജൂട്ടി, ഞാൻ സ്വർഗം കാണുന്നു, ദൂതന്മാരൊക്കെ നിൽക്കുന്നു എന്നെ കൊണ്ടുപോകാൻ. പുള്ളി ആ കിടന്ന് കിടപ്പിൽ കിടന്ന് പറഞ്ഞ്, ഞാൻ തങ്കയ്യാച്ചനെ കാണുന്നെന്ന്. പുള്ളി പറഞ്ഞതാണേ, എന്റെ ഓങ്ങായിക്ക് പിടിക്കരുതേ. ആയിക്കോട്ടെ. അല്പം കഴിഞ്ഞ് ദൈവസേനയിൽ ചേർക്കപ്പെടുകയായിരുന്നു. മൂത്താമ്പാകൽ ഉപദേശത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്. മരണസമയത്ത് ഇങ്ങനെ കിടക്കുക. സന്തത സഹചാരികൾ, ശിഷ്യന്മാര് ഉണ്ട്, സന്യാസികളൊക്കെ ഉണ്ട് മാർത്തോമാ സഭയിൽ, അന്നത്തെ ഉപദേശിമാരുമൊക്കെ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പം അദ്ദേഹം ആ കിടന്ന കിടപ്പിൽ പറഞ്ഞു, ദൂതന്മാര് വരുന്നു, ഞാൻ പോകാൻ പോവാന്ന്. കുറച്ച് കഴിഞ്ഞ പുള്ളി കട്ടിലിന്റെ ഇടുകയിലോട്ട് ഇങ്ങോട്ട് ചെരിഞ്ഞ് കിടന്നെ. അപ്പൊ അടുത്ത് നിന്ന് ചാണ്ടിക്കുഞ്ഞെന്ന് പറഞ്ഞ ആള് ചോദിച്ചാൽ, അച്ചായ താഴെ വീഴും അങ്ങോട്ട്. അപ്പൊ പറഞ്ഞു, ഇല്ലേ ആണ്ടിക്കുഞ്ഞ, ഇടുകയിലെല്ലാം ദൂതന്മാര് വന്നിരിക്കുന്നെന്ന് കൊണ്ടുപോകാൻ. നമ്മളെ കൊണ്ടുപോകാൻ ആരായിരിക്കും വരുന്നേ? മിക്കവാറും നോട്ടോ ഇരിപ്പം കണ്ടിട്ട് മറ്റേ പുള്ളി വരാനാ. ആ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് മറ്റേ പുള്ളി വരാനാ അല്ലേ പറഞ്ഞ, ഓടി വായോ ഞെക്ക് കൊല്ലാൻ വരുന്നേ. ആട്ടെ, ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളു. നിങ്ങൾ കണ്ടിട്ടുണ്ട് വണ്ടമേടി ആ കോച്ചായനെ. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ കൊച്ചമ്മേനോട് പറഞ്ഞതാ, മരിക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ വീട്ടിൽ പോകും, നിങ്ങളാരും വെളിയിൽ പോകരുതെന്ന്. പോയി തോട്ടിൽ ചെന്ന് പച്ചവെള്ളത്തിൽ മുങ്ങി കുളിച്ചു. ജിബായി മുണ്ടുപെടുത്ത് കട്ടിലേ വന്നിരുന്നു. എല്ലാവരും ചേർന്ന് പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പാടി കട്ടിലോട്ട് കയറി കടന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പരുത്തന്മാറുള്ള അപ്പച്ചനുണ്ടാവും, നല്ലൊരു അപ്പച്ചനാ. അപ്പച്ചൻ മരിക്കുന്നതിന് മുന്നേ പിള്ളേരോട് പറഞ്ഞടേ, ഞാൻ ഇനി അധിക ദിവസം കാണുകയല്ലെന്ന്. പുള്ളി അതിന്റെ മൂത്ത മോനോട്, ചെറുക്കനെ വിളിച്ച് ചെളയവനോട് പറഞ്ഞ്, തൂമ്പായും ഇത് കൊട്ടയെല്ലാം കൊടുത്ത്, ഇത് നീ എടുത്തോളാം, കൃഷിക്കാരനാ. അതെന്തിനാ? എനിക്കിനി വേണ്ടെന്ന്. വില്ലേജിൽ പോയി ആധാരമെല്ലാം ക്ലിയർ ആക്കി, എന്താ പേര്, അതെല്ലാം വൃത്തിയാക്കി. സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തു. നടന്ന കാര്യമാ. ഫോട്ടോ എടുത്ത് മോന്റെ കൊടുത്തു വെച്ച് പറഞ്ഞ്, ഞാൻ ഈ ഫോട്ടോ ഇടണമെന്ന്. മരിക്കാൻ തന്നെ രാവിലെ ബാർബർ ഷോപ്പിൽ പോയി എല്ലാം വൃത്തിയായി. വീട്ടിൽ വന്ന് കുളിച്ചു, വൃത്തിയായി, പ്രാർത്ഥിച്ചു, പോയി. എന്റെ കൂടെ സഹശുശ്രൂഷ അച്ഛനറിയാം, ഷിബു പാസ്റ്ററുടെ പെങ്ങളുടെ അമ്മാവിയപ്പൻ ഈ അടുത്ത കാലത്താണ് മരിച്ച, കണ്ണൂര് IPCയിലെ ശുശ്രൂഷകനാ മകൻ. മൂത്ത മകന് മദ്രാസിലും. അപ്പച്ചൻ രാവിലെ ഞാൻ എൻ്റെ തലയാഴ്ച അവിടെ ചെന്ന് ശുശ്രൂഷ ചെയ്തു. അപ്പച്ചൻ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞത് ഞാൻ എപ്പോഴും കാണുന്നെന്ന്. പിറ്റേ ആഴ്ച അപ്പച്ചൻ മരിച്ചു. അപ്പം ഞാൻ മോനോട് ചോദിച്ചു, എങ്ങനെ മരിക്കുന്നതന്നെ? രാവിലെ പുള്ളി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു. തലേ ദിവസം 2 ആൺപിള്ളേരോട് പറഞ്ഞു, എടാ ഇച്ചിരി കാശുമൊക്കെ കരുതിക്കോണം, പെട്ടിയും മേടിച്ചോണമെന്ന് തലേന്ന് പറഞ്ഞു. പിള്ളേർ പറഞ്ഞു, അപ്പച്ചൻ എന്ത് ആവശ്യമില്ലാത്ത വർത്താനം,
അതൊന്നും അല്ല, പെട്ടി മേടിച്ചോണം, കാശ് ഒക്കെ വെച്ചിട്ട് കരുതുക. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേച്ച് പിള്ളേരോട് പറയാ ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ ആണ്, ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ ആണ്. 12:45 ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. തിയോളജിമാരിപ്പോ ചോദിക്കാൻ കഴിക്കാൻ പോയതാണോ എന്ന്, അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിന്റെ ആശയമാ പറഞ്ഞത്. ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകരുത്. ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും പലരും മിശ്രയുമില്ല. ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ടാ ശവക്കോട്ടയുടെ വിഷയത്തിൽ അടിയുണ്ടാക്കുക. മിശ്രയും ശവക്കുടി അടക്കുന്നത് ആരാന്നോ, എവിടെ അടക്കുന്ന അതല്ല വിഷയം, നീ അങ്ങ് ചെല്ലുവോ എന്നുള്ളതാ വിഷയം. ഗുണം പിടിക്കാത്തവനെ കുമ്പനാട്ട് അടക്കിയാലെന്നാ ഗുണം വരാത്തവനാ. നമ്മുടെ കൺവെൻഷൻ ഗ്രൗണ്ടിന്റെ നടുവ് തോണ്ടി വെച്ച് ഇട്ട ഉയർക്കും വെള്ളസിംഹാസനത്തിന് വരാൻ. ഗുണം വന്നവനെ അടക്കാൻ ആരുമില്ലെങ്കിലും അവനെ ആരും ചെയ്യാനില്ലെങ്കിലും കാകളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ പുത്തൻ ശരീരത്തോടെ ഉയർത്തു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പൊ ഈ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അതുകൊണ്ട് അടക്കത്തിന്റെ വിഷയം അല്ല. പുറപ്പാട് 14 മിശ്രയിമിൽ ശവക്കുടിയിലായിട്ടാണോ ഇങ്ങോട്ട്. ഇനി പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന് 2 പഠിക്കുമ്പോൾ അവിടെ ഭക്ഷണ വിഷയത്തിൽ കിടന്ന് ഉടക്കുണ്ടാക്കുക. വായിച്ചേ പുറപ്പാട് 16:2. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് പിറുപെടുത്തു. അടുത്ത വാക്യം, ഇസ്രായേൽ മക്കൾ അവരോട് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും, ഇരുപ്പ് ശരിയല്ല, ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രൈം അകത്ത് മിസ്രൈം ഇരിക്കുക. അല്ലാതെ ചെങ്കടൽ കിടന്ന് വന്നിട്ട് പിന്നെയും പറയുക മിസ്രൈമില്. ഇനി സംഖ്യാപുസ്തകം 11:4 വായിച്ചേ. സംഖ്യ 11:4. അകത്ത് അവരുടെ സമ്മിശ്രജാതി, പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി എന്ന് പറഞ്ഞാൽ ദുരാഗ്രഹികളായി. സമ്മിശ്രജാതി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഇസ്രയേലാണോ അതുമല്ല മിസ്രൈമിലാണോ അതുമല്ല സമ്മിശ്രം. പണ്ട് വിയ്യത്തമ്പിച്ചാൻ പറയുന്നത് കിണറാണോ അതുമല്ല കുളവാണോ അതുമല്ല കൊളറ്. കിണറുമല്ല. ഞാനൊരിക്കല് തീവണ്ടി യാത്ര ചെയ്തപ്പോ എന്റെ ഒരു സ്നേഹിതനുണ്ട്, പേരൊന്നും പറയുന്നില്ല. അവന്റെ കസിനുണ്ട് കഞ്ചൂസ. ഒരു ഹിന്ദി ഇരിക്കട്ടെ. തെറ്റിയോ തമച്ച? ഹിന്ദി ഇരിക്കട്ടെ. വിമാർ രണ്ടും ഇരിപ്പുണ്ട്, ഞാനും ഉണ്ട്. തീവണ്ടി യാത്ര ചെയ്ത് വരിക. അപ്പം ഈ ചായയും കാപ്പിയും കേട്ട് അപ്പൊ അവരിങ്ങനെ ചായ എന്നും പറഞ്ഞു വന്ന് ഉടനെ അവനോട് ചോദിക്കുക, ഞാൻ പേര് മാറ്റി പറയാം. ആ പേരല്ല, കാരണം അവൻ ചിലപ്പോൾ ഓൺലൈനിൽ കാണും, അതുകൊണ്ടാണ്, വെറുതെ എന്തിനാ. അപ്പം ഞാൻ അങ്ങ് പേര് മാറ്റുക. അപ്പം അവൻ ചോദിച്ചു, ബേബി ചായ വേണോ വേണ്ടല്ലോ? എങ്ങനുണ്ട്? ചായ വേണോ വേണ്ടല്ലോ? രണ്ടും പുള്ളിയാ പറഞ്ഞ്. അവൻ അതിലും മിടുക്കൻ, വേണ്ടണം. രണ്ടിനും ഞാൻ മേടിച്ചു കൊടുത്തു. വലിച്ചു കുടിക്കുന്ന കണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടെന്നാ ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഇത് സമ്മിശ്രയാണ്. ഇസ്രയേലാണോ അതുമല്ല. ഒരു കാര്യം പറയാ, ഇണങ്ങിയാലും നീ പെന്തിക്കോസ് ആണെങ്കിൽ പെന്തിക്കോസ് ആയിട്ട് ജീവിക്കണം. നാടോടുമ്പോ നടുവേ ഓടരുത്. നാട്ടിലൊരു ചൊല്ലുണ്ട്, ചേരത്തിനെന്ന് നാട്ടിൽ ചെല്ലുമ്പോ അതിന്റെ നടുത്തുണ്ടം. നീ അമേരിക്കയിലാന്നേലും ലണ്ടനിലാന്നേലും കാനഡയിലാന്നേലും ഓസ്ട്രേലിയയിലാന്നേലും കുമ്പനാട്ടാന്നേലും കേരളത്തിന്റെ ഏത് ജില്ലയിലാന്നേലും ഇന്ത്യയുടെ ഏത് സ്റ്റേറ്റ് പാകിസ്ഥാനിലാന്നേലും നീ പെന്തിക്കോസ് ആയിട്ട് തന്നെ നിൽക്കണം. അതാ പെന്തിക്കോസ്. അല്ല അവിടെ ചെല്ലുമ്പോ അങ്ങോട്ട് കയറുന്നു, ഇവിടെ ചെല്ലുമ്പോ ഇതല്ല പെന്തിക്കോസ്. നീ ഒറിജിനലായിട്ട് തന്നെ നിൽക്കണമെന്നാ ഞാൻ ഈ പറയുന്നത്. നിങ്ങളെല്ലാം മഹാഭാവികളാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. എന്നെ കേൾക്കുന്ന സകല ആൾക്കാരോടും സമ്മിശ്രജാതി ആകരുത്. നമുക്ക് പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടല്ലേ ബിലിയാൻ പറഞ്ഞത്, ഇതാ തനിച്ചു പാർക്കുന്ന ജാതികളുടെ കൂടെ എണ്ണപ്പെടുന്നില്ല. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് നാം പ്രത്യേക സമ്പത്താ. ആമേൻ. അതുകൊണ്ട് മൊർദെഖായിയുടെ വിഷയം വന്നപ്പോൾ ഹാമാൻ എന്ന് പറയുക, ആമേൻ, രാജാവിനോട് പറഞ്ഞ, പിന്നെ നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിഹ്നിച്ചത്. വായിച്ച 3:8 എസ്തേർ 3:8 വായിച്ച. എല്ലാ വാക്യം അടിക്കാൻ നേരമില്ല. എസ്തേർ 3:8. പെട്ടെന്ന് മൊബൈൽ
പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി വേറൊരു ജാതി ചിന്നിച്ചതറി കിടക്കുന്നിടത്തത് അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടെ വ്യത്യാസം ഉണ്ടെന്നായി പറഞ്ഞത്. ദൈവത്തിന് മകത്വം. ദൈവമക്കൾ എവിടെ പാർത്താലും വ്യത്യസ്തരാ. നീ എവിടെ ജീവിച്ചാലും വ്യത്യസ്തരായിരിക്കണം. ദൈവത്തിന് മകത്വം. നമ്മെ കാണുന്നവർ യേശുവിനെ കാണട്ടെ. അവൻ പെന്തിക്കോസിന്റെ തനിമ കളയരുത്. പെന്തിക്കോസിന്റെ മൂല്യത്തിന് ഭംഗം വരുത്തരുത്. അവൻ കർക്കശമായി വേർപാട് പാലിക്കണം. ആ ഭാഗം അങ്ങ് വിടുകയാ. അപ്പോൾ അകത്തിന് മിശ്രയും ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ടാണ് ശവക്കോട്ട. 2 ഭക്ഷണ വിഷയം ഇരിപ്പ് ശരിയല്ല. 3 വില കൂടാതെ നിന്നിട്ടുള്ള മത്സ്യം വെള്ളരിക്കാം. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ നിന്നിട്ടുള്ള മത്സ്യം വെള്ളരിക്കാം, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി, ഇതെല്ലാം ഞങ്ങൾ ഇപ്പൊ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രാണൻ ഇപ്പം വിശപ്പ് കൊണ്ട് പൊടിഞ്ഞിരിക്കുന്ന ഈ മന്നയല്ലാതെ മന്നയെ പറ്റി എഴുതിയിരിക്കുന്നത് ഇത്ര ശ്രേഷ്ഠമേറിയ ഭക്ഷണം. മന്നയെ പറ്റി 3 സ്ഥലത്താ വായിച്ചേ. പുറപ്പാട് 16:31, സംഖ്യ 11:8, സംഖ്യ 21:4. പെട്ടെന്ന് വായിരേ. പുറപ്പാട് 16:31. അണ്ട താള് മറിക്കുമ്പോ മേളില് ഇസ്രായേലിയർ ആ സ്ഥാനത്തിന് മന്ന എന്ന് പേരിട്ടു. എങ്ങനെ ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടത്ത് രുചിയുള്ള. ഈ മന്ന പ്രാരംഭത്തിൽ ഭക്ഷിച്ചപ്പോൾ അതിന്റെ ടേസ്റ്റ് തേൻ ചേർത്ത ഈ പെന്തിക്കോസി വരുന്ന കാലത്തെ ടേസ്റ്റ് അതുപോലെ തേൻ ചേർത്ത അന്നത്തെ പാട്ട്, പ്രാർത്ഥന, കൂട്ടായ്മ, ഇരിപ്പ്, യോഗത്തിനുള്ള പോക്ക്, വരവ്, എന്തോ ടേസ്റ്റാ. കയ്യടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോകും. ഭയങ്കര രുചിയാ. അന്ന് വാച്ച് വേണ്ട, കൂട്ട് വേണ്ട, ടോർച്ച് വേണ്ട, ചപ്പല് വേണ്ട, മാച്ച് ചെയ്യുന്നത് ഒന്നും ഇപ്പൊ എത്ര ഇട്ടാലും അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. ഇങ്ങനെ നോക്കി മൊത്തം നോക്കി ഇങ്ങനെ നോക്കി പറയാം ഒന്ന് നോക്കിക്കെന്ന്. എത്ര നോട്ടം നോക്കി ആ പരുവത്തിന് വന്നിരിക്കുന്നത്. കുറ്റമല്ലി പറഞ്ഞത്. പക്ഷെ പണ്ട് അങ്ങനല്ല. അന്ന് ആരാധനയാ വിഷയം. എത്രയും പെട്ടെന്ന് ആരാധനയ്ക്ക് കേൾക്കുക, മുഴങ്കാലിരിക്കുക, ദൈവത്തെ ആരാധിക്കുക. അതാ തേൻ ചേർത്ത ദോശ. പഴയ അനുഭവങ്ങളാ. തേൻ ചേർത്ത ദോശ. അന്ന് നമ്മുടെ പാട്ടും അങ്ങനെ ആയിരുന്നു. എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം, അവിടെ തന്നെ പോകാൻ എനിക്ക് മനസ്സു നൽകണം. ഓ എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം, അവിടെ തന്നെ പോകാൻ എനിക്ക് മനസ്സും നൽകണം. അപ്പൊ ശ്രദ്ധിക്കുക, അന്നത്തെ പാട്ട് അങ്ങനെ തീക്ഷണയാ. കുറെ നാൾ ഇവര് മന്ന കഴിച്ചപ്പോ ഇവർക്ക് തോന്നി രുചി പോയെന്ന്. വായിച്ച് സംഖ്യ 11:8, സംഖ്യാപുസ്തകം 11:8 വായിച്ചാട്ടെ. ജനം നടന്ന് പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരുളിലിടിച്ചിട്ടോ കലത്തി പൊടിങ്ങിട്ടോ അപ്പം ഉണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ. അപ്പൊ പ്രാരംഭത്തിൽ എങ്ങനെയായിരുന്നു? തേൻ ചേർത്ത ദോശ. ഒരു 10-12 കൊല്ലം കഴിഞ്ഞപ്പം എണ്ണ വരട്ടി. ആ പഴയ രുചിയും ഗുണവും മണവും ഒന്നും ഇപ്പം ഇല്ല. സത്യം പറ, ഉണ്ടോ? സത്യം പറയണേ. സത്യം പറഞ്ഞുകൊണ്ട് ദൈവം അനുഗ്രഹിക്കും. പണ്ട് തേൻ ചേർത്ത ദോശ അമേരിക്ക വന്നപ്പോഴേ കെന്നഡിയിലാണോ വന്നേ അതോ ഡാളസ് തന്നെയാണോ? കെന്നഡിയില. ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളല്ലോ, ഒത്തല്ലോ. അന്നത്തെ രുചി എന്തോ രുചിയാ. 600 മംഗലത്തിൽ നിന്ന് വന്ന മൂച്ചല്ലേ, എന്തോ രുചിയായിരുന്നു. കുറ്റമല്ലി പറഞ്ഞത്. ഇപ്പൊ ഒരു 10-15 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പം എണ്ണ ചേർത്ത ദോശ. അധികം പറയുന്നില്ല. ഇപ്പൊ നമ്മള് 10-12 കൊല്ലം ഇപ്പൊ നമ്മുടെ പാട്ട് എങ്ങനെയാണെന്നറിയാവോ? ജീവിതത്തിൽ പല വീഴ്ചകൾ. കണ്ണുമൊക്കെ മറിയും കേട്ടോ. കണ്ണു മറിയും. ജീവിതത്തിൽ മതി അത് മതി. ഇപ്പൊ ഒടുവിൽ പറഞ്ഞ എന്നാന്നറിയാമോ? വായിച്ച സംഖ്യാപുസ്തകം 21:4 മുതൽ മുമ്പേ വായിച്ചതാ. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. സംഖ്യാപുസ്തകം 21:4 മുതലാ. കണ്ണിക തുടങ്ങുന്നത് മുതലാ. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക്. ശ്രദ്ധിക്കണേ, പ്രാരംഭത്തിൽ തേൻ ചേർത്ത ദോശ,
10-12 കൊല്ലം കഴിഞ്ഞപ്പം എണ്ണ ചേർത്ത ദോശ. ഇപ്പൊ ഒരു 40 കൊല്ലം ആയപ്പം സാരമില്ലാത്ത അത് വെറുപ്പുമായെന്ന്. സാരമില്ലാത്തതെന്ന് മാത്രമല്ല, വെറുപ്പുമായി. പ്രാരംഭത്തിലെ പാട്ട് ഇങ്ങനെ ആയിരുന്നു, എവിടെ പോയി ഞാൻ അവനായി ജീവൻ വെക്കണം. 10-12 കൊല്ലം കഴിഞ്ഞപ്പോ പാടി ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുണ്ട്. 40 കൊല്ലമായപ്പോ പാട് എന്നെയും കൂടെ പ്രതിയാക്കാം. 40 കൊല്ലമായപ്പോ പാട്ട് എങ്ങനെ അറിയോ? ജീവിതമിന്നും ശരിയായിട്ടില്ല. അയ്യോ അയ്യോ എന്ന് ഒക്കെ ഉള്ള അവസാനം. ഒരു കാര്യം എന്നെ കേൾക്കുന്ന ബഹുമാന്യരോട് പറയാം, മനുഷ്യ ജീവിതമായി ക്രിസ്തീയ ജീവിതമായി സമൂഹത്തിൽ ആജീവിക്കുന്നത് ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. അതുകൊണ്ട് കണ്ണികല്ല, അതുകൊണ്ടൊക്കെ സംസാരത്തിൽ, നോട്ടത്തിൽ, ഇടപാടിൽ, കൊടുക്കവാങ്ങലിലൊക്കെ പോരായ്മകളും വീഴ്ചകളും വന്നു കാണാൻ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ നീ ഒന്ന് ഏറ്റു പറഞ്ഞാൽ, നീ ഒന്ന് അനുദപിച്ചാൽ, ഒന്ന് മടങ്ങി വന്നാൽ ഈ പകൽവേളയിൽ ദൈവം നിന്നെ രുചിപ്പിക്കും. വന്നതുപോലെ വിടത്തില്ല, വന്നതുപോലെ വിടത്തില്ല, വന്നതുപോലെ അയക്കത്തില്ല. ചേർത്ത ദോഷമോടെ ആത്മിക സ്ഥിതികൾക്ക് മാറ്റം വരുത്തി നിന്നെയും എന്നെയും അനുഗ്രഹിപ്പാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓടിച്ചേ മുമ്പോട്ട് പോകാം. കർത്താവിന്റെ മഹത്വം. അകത്തിൽ നിന്ന് മിശ്രയും പോയില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഓടിച്ചങ്ങ് നിർത്താൻ നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ ഇവര് കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമാ കാദേശ്. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിക്കുമ്പോൾ, ഇപ്പോൾ എഴുന്നേറ്റ് സേരത്തോട് കടപ്പൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരത്തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് പട്ടണത്തിൽ പുറപ്പെട്ടത് മുതൽ സേരത്തോട് കടക്കുമ്പോഴുള്ള കാലം 38 സംവത്സരം. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ വാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. ഈ കനാനിലോട്ട് പോകാൻ എളുപ്പ വഴിയുണ്ട്, ആ വഴി ദൈവം വിട്ടില്ല. ഇവര് 38 കൊല്ലം കടന്ന് കറങ്ങി. അവിടെ എഴുതിയിരിക്കുന്നത് 38 കൊല്ലം. 38 എളുപ്പവഴി ഉണ്ടായിരുന്നു. എളുപ്പവഴി ഉണ്ടെന്നുള്ളത് അത് വണ്ടി പോകുന്ന വഴിയാ, എളുപ്പ വഴിയാ. ആ വഴിയിൽ കൂടെ ആ രഥം വന്നത്, യോസേപ്പ് അയച്ച രഥം അപ്പനെ കാണാൻ. അതുകൊണ്ടാ സഹോദരന്മാർ അപ്പനോട് പറഞ്ഞ, അപ്പച്ചായൻ ബെന്യാമിനെ വിടാഞ്ഞത് കൊണ്ട് ഇവനെ വിടുകാരുന്ന ഞങ്ങളിപ്പോ 2 വട്ടം പോയച്ചു വന്ന്. അപ്പൊ എളുപ്പവഴിയുണ്ട്, അത് വീതിയുള്ള വഴി, വിശാലമായ വഴി എളുപ്പ വഴിയാ. പക്ഷെ ആ വഴി കൂടെ ദൈവം വിട്ടില്ല. അതെന്നാ വിടാഞ്ഞ? വായിച്ചേ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. പുറപ്പാട് 13:17. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും പക്ഷേ ജനം യുദ്ധം കാണുമ്പോൾ അനുദപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുന്നു വെച്ച് ദൈവം തമ്പുരാൻ അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. അടുത്ത വാക്യം, മരുഭൂമിയിൽ ചെങ്കടലരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. അപ്പൊ എളുപ്പ വഴിയെ കൂടെ ദൈവം വിട്ടില്ല, ദൈവം ചുറ്റിച്ചു. അപ്പൊ ഇവരെ ചുറ്റിച്ചത് ആരാ? ദൈവമാ. അതെന്തിനാ അങ്ങനെ ചുറ്റിച്ചേ? അങ്ങനെ ചുറ്റിക്കാവോ? അങ്ങനെ ചുറ്റിക്കുന്ന ദൈവത്തെ വേണോ? ഉള്ള വിശ്വാസവും പോയി, ചില പച്ച പിടിച്ച് വരുമായിരുന്നു. ദൈവം ഇവരെ ചുറ്റിച്ചെന്ന് ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടെയുള്ള വഴി അടുത്തതാ, അതിലെ വിട്ടില്ല. വിടാഞ്ഞതിന്റെ കാര്യം അവിടെ തന്നെ ആൻസർ ഉണ്ട്. ഈ വഴിയുടെ പ്രത്യേകത ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടി. ഫെലിസ്ത്യർ എന്ന് പറഞ്ഞാൽ ഒരു മര്യാദയുള്ളവന്മാരല്ല ഫെലിസ്ത്യര്. ഇസ്രായേല് പാട്ടുമൊക്കെ പാടി അങ്ങോട്ട് പോവാ. ഫറവോന് ഞാനിനി അടിമയല്ലെന്ന് പറഞ്ഞ് പാട്ട് പാടി പോകുമ്പോ രാജപാതയുടെ 2 വശത്തും ഫെലിസ്ത്യരുണ്ട്. ഫെലിസ്ത്യർ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട സന്തതിയാ. നോഹയ്ക്ക് 3 മക്കളാ, ഷേമ്, ഹാമ്, യാബത്ത്. അതിൽ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. ഹാമിന്റെ വംശത്തിൽപ്പെട്ടതാണ് ഫെലിസ്ത്യരും കനാന്യരും. പെട്ടെന്ന് വായിക്കാൻ രാജമാമൻ കൊണ്ട് നിങ്ങൾ രണ്ടുകൂടെ ചടയെന്ന് വായിക്കും. 10:1, 10:6, 10:13, 10:14, 11:10, 12, 14, 16, 18, 20, 22, 24, 26. ആദ്യം ഉൽപ്പത്തി 10:1 വായിര്. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത്. അതില് ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. 11:10 വായിച്ചേ. 11:10. ഷേമിന്റെ വംശപാരമ്പര്യമാവില്ല. ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് മുമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 12-ാം വാക്യം അർപ്പക്ഷാദിന് 35 വയസ്സായി ശാലേഖനെ ജനിപ്പിച്ചു. 14-ാം വാക്യം ശാലേഖന് 30 വയസ്സായി അവൻ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം ഏബേരിന് 34 വയസ്സായി അവൻ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം പെലേഗിന് 30 വയസ്സായി അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം രയൂവിന് 32 വയസ്സായി അവൻ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം ഷെറൂഗിന് 30 വയസ്സായി അവൻ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം നാഗോറിന് 29 വയസ്സായി അവൻ തേരകനെ ജനിപ്പിച്ചു. 26-ാം വാക്യം തേരകന് 70
വയസ്സായപ്പോൾ അവൻ അബ്രഹാം നാഹോർ ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. ഇനി 27 തേരഹിന്റെ വംശപാരമ്പര്യം അവര് അബ്രാമിനെയും നാഗോറിനെയും ഹാരാൻ ജനിപ്പിച്ചു. ഹാരാൻ തന്നെ ജന്മദേശത്തിൽ കൽദീയരുടെ പട്ടണമായി ഊരി വെച്ച് തന്റെ അപ്പനാകുന്ന തേരകിന്റെ മനെ മരിച്ചുപോയി. അബ്രാമിന്റെ നാഗോറും ഭാര്യമാരെടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേരുകൾ. മിൽക്കയുടെ ഇസ്കയുടെ പുത്ര ഹാരാന്റെ പുത്രിയായിരുന്നു. സാറ മച്ചിയായിരുന്നു. തലമുറയുണ്ടായിരുന്നില്ല. ആ തേരക് തന്റെ മകനായ വായിച്ചേ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായം കൂട്ടിക്കൊണ്ട് കൽദീയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരകിന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരക് ഹാരാന് വെച്ച് മരിച്ചു. ഇതാണ് അബ്രാമ്യ പാരമ്പര്യം. രണ്ടാമത്തവൻ ഹാമിന് 4 മക്കൾ. 10:6 ഉൽപ്പത്തി 10:6. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കന. അത് രണ്ടാമത്തവൻ മിസ്രയീമിന് 6 പിള്ളേര്. 13-ാം വാക്യം. മിസ്രയീമോ, ലുഥീം, അനായീം, ലൊഹാബീം, നഫ്തൂഫി, പത്രൂസീം, കൽസുഹീം. ഒപ്പിച്ചല്ലോ. മിസ്രയീമോ, ലൂദി, അനാമീൻ, ലഹാബീൻ, നഫ്തൂഫീം, പത്രൂസീം, കത്ലൂസീം. 6 പേര്. ഇനി 14-ാം വാക്യം. ഇവരിൽ നിന്ന്, അത് വലിയ കട്ടിയില്ല വായിര്, കണ്ട കട്ടിയില്ലല്ലോ, മതി. അപ്പൊ ഇവരിൽ നിന്ന് ഫെലിസ്ത്യര് ഉത്ഭവിച്ചു. ഇതാണ് ഫെലിസ്ത്യ ചരിത്രം. ഇതാ ഫെലിസ്ത്യരുടെ ഉത്ഭവം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ രാജപാതകളുടെ 2 വശത്തും ഫെലിസ്ത്യരുണ്ട്. ഇത് എളുപ്പ വഴിയാ, വീതിയുള്ള വഴിയാ, വിശാലമായ വഴിയാ, എളുപ്പ വഴിയാ, നല്ല വഴിയാ. എന്റെ ഭാഷ പറഞ്ഞ ഹൈവേയാ, വണ്ടി പോകുന്ന വഴി. ആ വഴി ദൈവം ഇവരെ വിട്ടില്ല. അതെന്നാ വിടാഞ്ഞത്? സർവജ്ഞാനയായ ദൈവത്തിനറിയ ഈ രാജപാതകളുടെ 2 വശത്തും ഫെലിസ്ത്യരുണ്ട്. ഫെലിസ്ത്യൻ എന്ന് പറഞ്ഞാൽ മര്യാദയുള്ളവന്മാരല്ല. ഇവൻ കണ്ടാ പേടിക്കും. മിക്കതും മല്ലന്മാരാ. ഒരുത്തന്നെ നെടുപ്പം തന്നെ എഴുതി വെച്ചേക്കുന്ന വായിച്ചേ 17:4. ശൗമേലിന്റെ 1-ാം പുസ്തകം 17:4. ഫെലിസ്ത്യ പ്രകൃതി, മല്ലന്റെ പ്രകൃതി. വായിരെ 17:4. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്നവൻ 6 മുഴം 1 ജാൻ നെടുപ്പ്. അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്ര. അവൻ 5000 ശെക്കൽ തൂക്കമുള്ള താമര കവയം ധരിച്ചു. അവന് കാൽച്ചട്ടയും ചുമലി താമര കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പതടി പോലെ. കുന്തത്തിന്റെ അലക് 600 ശെക്കൽ ഇരുമ്പ്. ഒരു പരിചക്കാരൻ അവന്റെ മുമ്പേ. ഈ പ്രകൃതിയുള്ള ഫെലിസ്ത്യ മല്ലന്മാര് രാജപാതകളുടെ 2 വശത്തുമുണ്ട്. ഇസ്രായേൽ പാട്ടുപാടി അങ്ങോട്ട് ചെല്ലുമ്പോൾ പതിയിരിക്കുന്ന ഫെലിസ്ത്യൻ ഇവരെ കയറി അടിക്കും. അപ്പൊ അടി കൊള്ളുമ്പോൾ ഇവര് തിരിച്ചോടി മിസ്രയീമിൽ പോകും. അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാ അതിലെ വിടാഞ്ഞ്. കാരണം ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ന്യായാധിപന്മാരുടെ പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളെ, അങ്ങനെ പദം. ഇവർക്ക് യുദ്ധം അറിയത്തില്ല. പിന്നെ ഇവർക്ക് അറിയാമെന്ന് ഇന്നാണ് ഞാൻ പറഞ്ഞ പോലെ 2 കാര്യം അറിയാം. 1 കഴിക്കാൻ അറിയാം, 2 കുഴയ്ക്കാനും അറിയാം. നിങ്ങളൊരു വിഷയം കൊടുത്തേ കുഴച്ച് കയ്യിൽ തരും. തലേ ആഴ്ച കൊടുക്കണം. പിറ്റേ ആഴ്ച കമ്മിറ്റി ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുഴച്ച് കയ്യിൽ തരും. നല്ല ചക്കും ചക്കാലും ഇട്ട് കുഴയ്ക്കും പോലെ. അപ്പൊ കുഴയ്ക്കാനും അറിയാം, പിന്നെ അത് നന്നായിട്ട് അറിയാം. ചോദിച്ചു മേടിക്കല്ലേ. നിങ്ങൾ കല്യാണത്തിനൊക്കെ ഇവിടുത്തെ അറിയത്തില്ല, നാട്ടിലൊക്കെ ഒലത്ത്, അവന്റെ പേര് ഒലത്തെന്നാണോ? അല്ല, എന്നാൽ ഇത് കിട്ടാൻ വേണ്ടിയാ. പിന്നെ അന്നേരം വിളിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നവും ഇല്ല. അത് കഴിഞ്ഞ് വിളിച്ചാൽ വിവരം പറയും. അതൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കും. അല്ല, ഒരു വാക്യം ചോദിച്ച് മേടിക്കുവോ? പക്ഷെ ഇടയ്ക്ക് പറഞ്ഞ വാക്യം, പാടിയ പാട്ട്, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നേ. പക്ഷേ ഇതൊക്കെ നല്ല ശ്രദ്ധയാ. അപ്പൊ 2 കാര്യം അറിയാം. 1 കഴിക്കാൻ അറിയാൻ, 2 കൊടക്കാൻ. യുദ്ധം ചെയ്യാൻ അറിയത്തില്ല, അത് ദൈവത്തിന് അറിയാം. യുദ്ധം ചെയ്യാൻ അറിയാമേലോ പോക്കൊക്കെ കണ്ട. ആ ഞായറാഴ്ചയുള്ള വരവ് NIV, KJV, സംഗീത രത്നാവലി, സിയോൻ ഗീതാവലി, ആശ്വാസ ഗീതങ്ങൾ, വരവൊക്കെ കണ്ട 2 വാക്യന്മാര് തെളിയിക്കാൻ മഞ്ഞത്. 13-ന്റെ 18-ഉം 14-ന്റെ 8-ഉം വായിച്ചേ. പുറപ്പാടില്ലല്ലോ, അത് പിന്നെ ഇവിടെ ലേവ്യല്ല. 13-18. ചെങ്കട അരികെയുള്ള മരുഭൂമിയിൽ കൂടെ ദൈവം ജനത്തെ ചുറ്റി നടത്തി. അടുത്തത്, ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. അപ്പൊ ഇവരങ്ങനെ ഇറങ്ങി തിരിച്ചത് ആ പോക കണ്ട ഇപ്പൊ കയറി അടിക്കുമെന്നും പറഞ്ഞ ഇറങ്ങിയേക്കുന്നത്. യുദ്ധസന്നദ്ധരായി ബൂട്ടും സൂട്ടും ടൈയും കോട്ടും NIVയും KJVയും ഒക്കെ എടുത്ത് വരവൊക്കെ കണ്ടാൽ ഇപ്പൊ പുസ്തകക്രമം പോലും അറിയാൻ മേല.
ആ വരവ് ഇരിപ്പും ഒക്കെ കണ്ടാൽ ആ ഇടക്കിടക്ക് കൈ ഇങ്ങനെ വീശി ജീസസ് എടാ നഖവും പ്രവചനം വരുമ്പോ ഇവൻ കിടന്ന് കൊടയ്യ. യുദ്ധം അറിയത്തില്ല, പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാമല്ല, പ്രാർത്ഥിച്ച് നിർത്താനും അറിയത്തില്ല. വർഷം 40 ഇതിനകത്ത് കയറി പമ്മിയിരിക്കാൻ തുടങ്ങിയിട്ട് പ്രാർത്ഥിച്ച് നിർത്താൻ അറിയാമേല. ഒരാളോട് പറഞ്ഞ ആശീർവാദം പറയാം, പുള്ളി ആശീർവാദം പ്രാർത്ഥനയാക്കി, പ്രാർത്ഥന പിന്നെ കണ്ണുനീരായി. മരിച്ചു കിടന്നും പറഞ്ഞ് കർത്താവെ വാഴ്ത്തി നുറുക്കി തരാൻ. ഇത് എന്നതാണെന്നും പറഞ്ഞ അയ്യോ അറിയത്തില്ല, യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. കല്യാണം നടത്തുക, അപ്പൊ ചെറുക്കനോട് പറയേണ്ട പെണ്ണിനോട് പറഞ്ഞു, പെണ്ണിനോട് പറയേണ്ടത് പിന്നെ അവർ രണ്ടുപേരും നേരത്തെ എല്ലാം പറഞ്ഞത് കൊണ്ട് അവര് പോകേണ്ടടുത്തെല്ലാം പോയി പറയേണ്ടതെല്ലാം ബാക്കി ഞാൻ ബാക്കി പൂരാക്കരോ കൂട്ടിക്കലല്ലേ അറിയത്തില്ലെന്നിത്. യുദ്ധം അറിയത്തില്ല. ഞാൻ യുദ്ധമെന്ന് ഉദ്ദേശിച്ചത് ആത്മീക യുദ്ധമാ, അല്ല കൗൺസിൽ കൂടുമ്പോഴും കമ്മിറ്റി കൂടുമ്പോൾ നടക്കുന്ന യുദ്ധമല്ല. ആത്മീക യുദ്ധം. നമ്മുടെ യുദ്ധം നടക്കുന്നത് പ്രാർത്ഥനാ മുറിക്കകത്താ. പെന്തിക്കോസുകാരന്റെ യുദ്ധം നടക്കുന്നത് അവൻ കൗൺസിലല്ല, കമ്മിറ്റിയിലല്ല, അടിയന്തര കമ്മിറ്റിയിലല്ല. നിന്റെ യുദ്ധം നടക്കുന്നത് പ്രാർത്ഥനാ മുറിക്കകത്താ. നീ പ്രാർത്ഥനയിൽ പോരാടണം, നീ പ്രാർത്ഥനയിൽ ജാഗരിക്കണം, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. പൗലോസ് പറഞ്ഞ വാക്യം മറക്കരുത്. സകല പ്രാർത്ഥനയാല്